ഉദ്ഘാടനത്തിൽ ഏതായാലും കാക്ക സമ്മാനം കൊടുത്തവളല്ലേ വരുന്നത്. ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും മസ്റ്റിലേക്കാം. വാച്ച് പിന്നല്ല മോളെ. സർ, ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി ഇങ്ങനൊരു ക്യാൻറ്റീൻ വെച്ചതിന് ഒരുപാട് നന്ദി. ഇതൊക്കെ എന്റെ കുട്ടീന്റെ ആഗ്രഹങ്ങളല്ലേ, ഇതൊക്കെ ഞാൻ നിറവേറ്റി കൊടുക്കണ്ടേ? സർ, മേഡം പറയുന്നത് പോലെയല്ല, നമ്മുടെ ക്ലാസ്സിന് ഇങ്ങനൊരു ക്യാൻറ്റീൻ വരികയാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര തന്നെ അഭിമാനമാവുന്നു. നമ്മുടെ സ്കൂളിനും പ്രിൻസിപ്പൽ മാഡത്തിനാണെങ്കിലും എനിക്കാണെങ്കിലും. അതെ സർ, സാറിന് ഉപകാരത്തിന് നന്ദി. ഇതൊരു വലിയ പരിപാടിയാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാറിന് ഒറ്റ ദിവസം കൊണ്ട് പരിപാടി കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട്. എന്തായാലും എന്റെ പേരക്കുട്ടിയുടെ കടയാണെന്ന് ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലാവും. അതിന് പ്രത്യേകിച്ച് ഉദ്ഘാടനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കുട്ടീനെ കൊണ്ടൊന്നും കൂടി ഉദ്ഘാടനം ചെയ്യിച്ചോളൂ. എനിക്ക് ഏതായാലും ഇനി വരാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്താ ചെപ്പി ഇത്ര സാഡ് ആയിട്ടിരിക്കുന്നേ? ഇത്ര നല്ലൊരു കാര്യം സ്കൂളിൽ നടക്കുമ്പോ മോളെന്താ ഇത്ര സാഡ് ആയിരിക്കുന്നേ? ഞങ്ങൾക്കൊക്കെ സന്തോഷം. പാവമ്മ ചേട്ടന്റെ കച്ചവടം പോവില്ലേ? അത് മോള് പേടിക്കണ്ട. ആ ചേട്ടന് ഉള്ള കച്ചവടം അവിടെ ഉണ്ടാവും. ആ ചേട്ടന്റെ സ്ഥിര കസ്റ്റമേഴ്സ് ഞങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് തന്നെ പോകും. മിസ്സേ, അങ്ങനെ ചെയ്യരുത്. ഞങ്ങളുടെ കടയ്ക്കല്ലേ മിസ് വരേണ്ടത്. മിസ്സിന്റെ ക്ലാസ്സിലല്ലേ ഈ ക്യാൻറ്റീനിൽ വന്നേക്കുന്നേ. അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് കയറാം. കുറച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽ അടിക്കും. അപ്പൊ എല്ലാവരും വന്നു തുടങ്ങും. പിന്നെ നമുക്ക് കാണാനൊന്നും ശരിക്കും പറ്റില്ല. കാണാൻ എന്തിരിക്കുന്നു? കടയല്ലേ, ഞാൻ പോകുന്നു. എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. നിങ്ങൾക്കറിയാം, എന്റെ ഗ്രാൻഡ് ഒരു ഗ്രാൻഡ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് വന്നേക്കുന്നേ. യു നോ ദാറ്റ്? എനിക്കിത്തിരി തിരക്കുണ്ട്. പിള്ളേരടി ഉണ്ടാക്കിട്ടെന്ന് ഞാൻ പോട്ടെ. സ്വീറ്റി, ഗ്രാൻഡ് പോയിട്ടോ? മിസ് യു ടു ഗേൾ. ഇന്ന് നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് പോവാം. എല്ലാം ഒന്ന് കാണാലോ. മിസ്സേ, എന്താടാ മിസ്സേ? പാവം ഉണ്ണിച്ചേട്ടൻ, നിങ്ങളെന്താ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കാത്തെ? അവളുടെ ഒരു ഉണ്ണിച്ചേട്ടൻ എല്ലാവരും അകത്തേക്ക് വന്ന് തൽക്കാലം വെറുതെ സ്കൂളിന് വരുന്ന സ്പോൺസർഷിപ്പ് ഇല്ലാതൊക്കെ നടക്കുന്നു. സോറി പ്രിൻസിപ്പൽ മാഡം, ഞാൻ മീന മിസ്സിനോട് പറഞ്ഞത്. എന്താ വന്ന് കുട്ടികൾക്കൊന്നും തന്നെ ഭയമില്ലാതായിട്ടുണ്ട്. ഇനി ഭയമാക്കണം. നല്ല പഠിക്കുന്ന കുട്ടികളെല്ലാം കരുതി നിങ്ങളൊക്കെ കുറച്ച് സോഫ്റ്റ് ആയി. ഇങ്ങനത്തൊക്കെ ഒന്ന് മാറ്റണം. സോറി മാം. പാവം. എല്ലാവരും നിന്റെ കൂടെ എടുത്തിരുതി കൂടുതൽ അഹങ്കരിക്കേണ്ട മോളെ. ഇതൊക്കെ ഒരു ദിവസം തീരും, നോക്കിക്കോ. അതെ, എല്ലാവരും എന്റെ കൂടെ. നോ മണി നോ ഹണി. With money, more honey. Understand? Do you understand the meaning? എന്താ അവിടെ ടോക്ക്? ഒന്നുമില്ല മിസ്, ഞങ്ങൾ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് തിരുത്തുമായിരുന്നേ. മതി ഗ്രാമർ മിസ്റ്റേക്ക് തിരുത്തിയത്. നിങ്ങൾ അകത്തേക്ക് പോയേ. കുറച്ച് കഴിഞ്ഞാൽ ബെല്ലടിക്കാനുള്ളതാ. പെട്ടെന്ന് പോയി കണ്ടിട്ട് വരും. ഓക്കെ മിസ്, ഇവിടെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്ക. നിങ്ങളുടെ ക്ലാസ്സിലെ കുറച്ചുകൂടി കുട്ടികളുണ്ട് വരാനായിട്ട്. നീ ഇപ്പൊ പറയുന്ന സമയമായോണ്ടാ എല്ലാവരുടെയും കൂട്ടി നടത്താത്തത്. മനസ്സിലായോന്ന്? ചൂടാവില്ലേ പ്രിൻസിപ്പൽ മിസ്? കയറാൻ പറഞ്ഞത് കേക്ക് കുട്ടി. എല്ലാവരും കയറൂ. മീന മിസ്സേ, ബാക്കി കുട്ടികളോട് വരാൻ പറ. ഇവർ കണ്ടിട്ട് വരട്ടെ. ഏതായാലും നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോട്ടെ. ആൻമേരിയുടെ ഒരു ആഗ്രഹമല്ലേ? ഓക്കെ മിസ്. അല്ല മിസ്സേ, എനിക്ക് ഇവരെ കണ്ടാൽ മതി. വേറെ ആരും കണ്ടില്ലേ എനിക്ക് കുഴപ്പമില്ല. അത് ശരിയാ. എടി, കണ്ടുപോലെ ഒന്നുമല്ല. എന്ത് വലിയ കടയാ. ശരിയാ, എന്തായാലും ചിരിക്കാൻ നിൽക്കണ്ട, ശരിയാവില്ല. അതെ, അവളുടെ മുന്നിൽ നാടൻ കിടും. കണ്ടാലും മതി കട. 5 പൈസക്കില്ല. അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാം. നല്ല ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട്? എന്നിക്കൊണ്ടത് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ വെള്ളി വിളിച്ച് പോയതായിരുന്നല്ലോ. നല്ല കാപ്പിയിട്ട കട പോലെ ഉണ്ട്. ഇനി എന്നെ അങ്ങനെ വിളിച്ചാ ഞാൻ നിങ്ങളെ കളി പഠിപ്പിക്കും. നീ എന്തോന്ന് പഠിപ്പിക്കൂടി? നിനക്ക് ഇതുപോലെ 4 കട കയറ്റാനല്ലേ അറിയത്തുള്ളൂ. വേറെ ഒന്നിനും അറിയത്തില്ലല്ലോ. കുറച്ച് പൈസ വാരി എറിയാനറിയാം. വേറെ ഒന്നും നിന്നെ കൊണ്ട് പറ്റൂടി. എന്നെ കൊണ്ട് പറ്റും. എന്താണ് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നുണ്ട്. നിർത്ത്. കാക്ക വർത്താനം അവിടെ നിർത്ത്. ഇല്ല. എടി മാറിട്ടോ, അവള് ദേഷ്യം പഠിപ്പിക്കണ്ട. അതെ, അവളിന്റെ കടയിൽ നമ്മളെ കൊല്ലാനും പഠിക്കില്ല. അവൾ എന്താ ചെയ്യട്ടെ. എന്തായാലും ഇങ്ങനെ ഞാൻ കാക്കേന്ന് വിളിക്കും. നീ അങ്ങനെ വിളിക്കോ? എന്റെ പൊന്നു ആൺമേരിയെ, 2 ഇട്ട് പൊട്ടിക്ക്. നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ. 2 ഇട്ട് പൊട്ടിച്ചാലേ നീ പോയി കിടക്കോണ്ട് ജയിലില്. ഇവര് കൊണ്ട് കേസ് കൊടുത്താലേ ഞാൻ ജയിലില്ല. എത്ര പൈസ ഇറക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല. നിന്നെയൊക്കെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നേ? ഒരു ഉപകാരം ഇല്ലാത്ത സാധനം. നിങ്ങൾക്കുള്ളത് ഞാൻ ഇപ്പൊ തരാം. അവിടെ നിൽക്കേ. നിങ്ങൾക്കുള്ള പണി നമ്മൾ ഇപ്പൊ തരും. അപ്പൊ നോക്കണ്ട ഇവിടെ കാര്യം. എന്നോട് പറഞ്ഞിരുന്നോ അവൻ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നില്ലേ?
അവിടെ പോയതല്ലേ നീ നിനക്ക് നടക്കുന്നേ. എന്താ ഇവിടെ വന്നപ്പോ എന്റെ വായൊന്നും കിട്ടുന്നില്ലല്ലോ. എന്ത് പോയത്? എന്റെ ഊർജ്ജം മൊത്തം പോയോ ഈ പെണ്ണ് വന്നപ്പോ? അവളെന്തായാലും പറഞ്ഞു തരും, അതന്നെ ഞാൻ പറഞ്ഞേ. ഞാൻ അപ്പഴേ പറയണ്ട എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനാ. ദേഷ്യം പിടിക്കാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. നിനക്കിത് വേണം, നീ ഇത് അറിയിക്കുന്നടി. നീ ഇത് അറിയിക്കുന്നു. എന്താണ് നീ പണിയെ കാണിച്ചു വെച്ചേ? നീ എന്ത് പണി കാട്ടിയത്? ഇതുപോലെ നിന്റെ മേലെ വെള്ളം ഒഴിച്ച് നിനക്ക് സന്തോഷാവോ? ഈ വാഗോണ്ട് പറഞ്ഞത് തിരിച്ച് മറുപടി കൊടുക്കണം, അതൊന്നും ഇങ്ങനെ പ്രവർത്തിക്കാനല്ല. ഇതിലും കേസ് കൊടുത്താൽ ജയിലിൽ പോവും. എന്തെങ്കിലും നമുക്ക് ആവട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. അല്ലടി അവക്കിനി പനി വന്നാലോ? അവക്ക് പനി വന്നാലും ഇല്ലേലും അടുത്തത് നിന്റെ തലയിൽ കൂടിയാ, ഓർത്ത് വെച്ചോ. വാ മേരി, നമുക്ക് പോവാം. അങ്ങനെയെങ്കിൽ പോവാൻ വരട്ടെ. അവിടെ നിന്നേ. നീരജെന്നെ വിളിച്ചാ ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. ഓക്കെ? Can you understand? No, I can't understand. Understand ആയില്ലെങ്കിൽ നീ ബോഡി ഇതിനൊരു തീരുമാനം പിടിച്ചതാ. ഞാനിതൊക്കെ ചെയ്യും. നീ കുറച്ച് നേരം സൺലൈറ്റിന് മുന്നിൽ പോയി നിൽക്ക്, അപ്പൊ അങ്ങ് ഉണങ്ങി പൊക്കോളും. അല്ലാതെ വേറെ പ്രശ്നം കണ്ടിട്ടുണ്ടാക്കാൻ വേണ്ട. അടുത്ത് നിന്നെ മുക്കാൻ പോകുന്നത് കിണറ്റിലായിരിക്കും. എടി മതി, അവളതും ചെയ്യും. മിണ്ടാൻ നിൽക്കി. എന്റെ ക്യാരക്ടർ എനിക്ക് പോലും അറിയില്ല. ചിലപ്പോ എനിക്ക് നിങ്ങളോട് സ്നേഹം തോന്നും, ചിലപ്പോ എനിക്ക് നിങ്ങളോട് വേർപ്പ് തോന്നും, ചിലപ്പോ എനിക്ക് നിങ്ങളെ കൊല്ലാൻ തോന്നും, ചിലപ്പോ എനിക്ക് നിങ്ങളെ സ്നേഹിക്കുമെന്നും, ചിലപ്പോ എനിക്ക് നിങ്ങളെ വെറുക്കും, ചിലപ്പോ എനിക്ക് നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തോന്നും. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പോയൊരു മെന്റൽ ആശുപത്രി കാണിച്ചാലേ നല്ല ബലം ഉണ്ടാവും. ഇങ്ങനത്തെ അസുഖത്തിനൊക്കെ അവിടെ മരുന്നല്ലേ. ഇതാ എനിക്ക് ഇഷ്ടമല്ലാത്തത്, നിങ്ങളുടെ ഈ ഊക്കൽ എനിക്കത് ഇഷ്ടമല്ല. നിങ്ങളുടെ ചടപ്പിക്കൽ, നിങ്ങളുടെ കളിയാക്കൽ, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്നെ ഇങ്ങനെ പറയരുത്. അടുത്ത് നിന്റെ തലയിൽ കൂടി എഴുപാത്തു, ഓർത്ത് വെച്ചോ. മൈൻഡ് ഇറ്റ്. കാക്കാപ്പിട്ടെ ഞാൻ കളച്ചേ ഡും ഡും ഡും. കളച്ചപ്പോ തലയിൽ കൂടി വെള്ളം പോയേ ഡും